മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മരണപ്പെടുന്ന മനുഷ്യൻ ഒന്നാമതായി അനുഭവിക്കേണ്ട ഏറ്റവും വലിയ പ്രയാസമാണ് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് റൂഹ് പിടിക്കാൻ വരുമ്പോഴുള്ള അവിടുത്തെ രൂപം. സുബ്ഹാനല്ലാഹ്. സൂറത്തു അസ്രായീൽ അലൈഹിസ്സലാം അവിടുന്ന് റൂഹ് പിടിക്കാൻ വരുമ്പോഴുള്ള രൂപം അത് വല്ലാത്ത ഭയാനകരമായ രൂപമാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ അടുക്കലേക്ക് അസ്രായീൽ അലൈഹിസ്സലാം വരികയാണ്. എങ്ങനെയാ വന്നതെന്നറിയുമോ? അലാ സൂറത്തി റജുലിൻ ശാബിൻ ഹസനി, നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തിലാണ് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം മൂസാ നബിയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. മൂസാ നബി ചോദിച്ചു, അല്ല അസ്രായീലേ, നിങ്ങൾ എല്ലാ ആളുകളുടെ അടുത്തും റൂഹ് പിടിക്കാൻ ഇതേ രൂപത്തിലാണോ ചെല്ലുന്നത്? അസ്രായീൽ പറഞ്ഞു, അല്ല നബിയെ, ഇത് നിങ്ങൾക്ക് മാത്രമുള്ള സ്പെഷ്യൽ രൂപമാകുന്നു. ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആ രൂപം എനിക്കൊന്ന് കാണിച്ചു തരണം. സുബ്ഹാനല്ലാഹ്. അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, നിങ്ങൾക്കത് കാണാൻ അല്ലെങ്കിൽ അത് കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ല, അത് താങ്ങാൻ നിങ്ങൾക്ക് കഴിയൂല. മൂസാ നബി വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോ അസ്രായീൽ പറഞ്ഞു, എന്നാ നബിയെ, നിങ്ങൾ അല്പസമയം ഒന്ന് കണ്ണ് പൂട്ടി നിൽക്കണം, അല്പസമയം കണ്ണൊന്ന് പൂട്ടി നിൽക്കണം. ഞാൻ തുറക്കാൻ പറയുന്ന അവസരത്തിലേ തുറക്കാൻ പാടുള്ളൂ. അല്പസമയം അവിടുന്ന് കണ്ണങ്ങ് പൂട്ടുന്നു. അസ്രായീൽ തുറക്കാൻ പറഞ്ഞ സമയത്ത് മൂസാ നബി കണ്ണങ്ങ് തുറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അസ്രായീലിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് നോക്കിയപ്പോ ഫഖറ മഗ്ശിയാ, മൂസാ നബി ബോധരഹിതനായി അവിടെ നിന്ന് വീണു പോകുന്നു. സുബ്ഹാനല്ലാഹ്. ബോധം തെളിഞ്ഞ അവസരത്തിൽ മൂസാ നബി യഥാ അസ്രായീലിനെ കണ്ട രൂപമങ്ങ് വിവരിക്കുന്നു. അവിടുന്ന് പറയുകയാണ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര്, സഹോദരന്മാർ എല്ലാവരും ആ രൂപം മനസ്സിലേക്കൊന്ന് സങ്കല്പിച്ചു നോക്കണോ. നാളെ എന്റെയും നിങ്ങളുടെയും അടുക്കൽ അസ്രായീൽ വരുന്ന രൂപമാണോ കിതാബിലൂടെ മഹാന്മാര് പഠിപ്പിക്കുകയാണോ? സുബ്ഹാനല്ലാഹ്. അസ്രായീൽ വരുന്നത് എങ്ങനെയാണെന്നറിയുമോ? റഅ്സുഹു ഫിസ്സമാ, അസ്രായീലിന്റെ തലയത് ആകാശം മുട്ടി നിൽക്കുകയാണോ? ആകാശത്തോളം വലുപ്പത്തിലാണ് അസ്രായീലുള്ളത്. അതുപോലെ വരിജിലാഹു ഫിൽ അർളി, അവിടുത്തെ രണ്ട് കാലുകളും ഭൂമിയിൽ തന്നെയാണോ? രണ്ട് കാലുകളും ഭൂമിയിലാണോ? ആകാശം മുട്ട് ഉയർന്നു നിൽക്കുകയാണ് അവിടുത്തെ തലയുള്ളത്. പിന്നെയോ അവിടുത്തെ ആകാശം മുട്ടി നിൽക്കുന്ന തലയിൽ നിന്നോ അത് മുടിയതാ അവിടുന്ന് അഴിച്ചിട്ടിരിക്കുകയാണോ? അത് ആ മുടിയതാ നിലത്തൂടെ ഇഴയുകയാ. മാത്രമല്ല വജ്ഹുഹു മുസ്വദ്ദു, അവിടുത്തെ മുഖം വല്ലാതെ കറുത്തിരുണ്ട മുഖമാണോ? മാത്രമല്ല ആ കറുത്തിരുണ്ട മുഖത്തു നിന്നോ ആ മുഖത്തുള്ള വായയിൽ നിന്നോ രണ്ട് ഭാഗത്തേക്ക് അതാ തേറ്റ പല്ല് പോലെ വലിയ രണ്ട് പല്ലുകൾ ഇങ്ങനെ തുറച്ചു നിൽക്കുന്നു. മാത്രമല്ല ഇസ്രായേലിന്റെ ശരീരം മുഴുവനോ അത് രോമാവൃതമാണ്. ഒരു സ്ഥലം പോലും ഒഴിവില്ലാതെ ഒന്നാകെ രോമമാ. ഓരോ രോമകൂപത്തിലൂടെയോ ഓരോ രോമ
രോമത്തുള്ള സുശിരങ്ങളിലൂടെയോ വലിയ വലിയ തീജ്വാലകൾ ഇങ്ങനെ പടരുകയാണോ, വലിയ വലിയ തീകൾ ഇങ്ങനെ പുറപ്പെടുകയാണോ? ഈ രൂപത്തിലാണ് നാളെ എന്റെയും നിങ്ങളുടെയും അടുക്കലോ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് റൂഹ് പിടിക്കാൻ വരുന്നത്. മോനെ, ആരാരുമില്ലാത്ത ഒരു രാത്രിയിൽ, അത് നട്ടപ്പാതിര സമയത്ത് ഒറ്റക്ക് നടന്നു പോകാൻ പോലും പേടിയുള്ള നമുക്ക്, അല്ലെങ്കിൽ ഒരു അലാനന്ദുമ്പോഴേക്ക് വല്ലാതെ പേടി തോന്നുന്നു നമുക്ക്, നമ്മുടെ മുന്നിലേക്കാണ് ഈ രൂപത്തിലെ അസ്റായീൽ വരുന്നത്. ആ സമയത്ത് പേടിയോടെ ഈമാനങ്ങ് തെറ്റിപ്പോയാ അല്ലാഹുവേ കാത്തിരക്ഷിക്കണേ റഹ്മാനേ. ഈ ഭയാനകരമായ രൂപമാണ് മരണാസന്നനായ ആള് ഒന്നാമതായി അനുഭവിക്കേണ്ട ഏറ്റവും വലിയ പ്രയാസമെന്ന് പറയുന്നത്. രണ്ടാമതായി ഒരൊറ്റ വിഷയം കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കും. രണ്ടാമതായി ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ പ്രയാസമാണ് ശിദ്ദത്തുൽ നസീമിനർ റൂഹ്. അതേ അസ്റായീൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് വലിച്ചെടുക്കുമ്പോ വല്ലാത്ത വേദനയാ മോനെ. ശരീരത്തിൽ നിന്ന് ഒരു രോമം പിടിച്ച് വലിക്കുമ്പോ എത്ര വേദനയാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. ആ രോമം ശരീരത്തിന്റെ ഒരു ഭാഗത്തല്ലേ സ്പർശിക്കുന്നുള്ളൂ, ശരീരത്തിന്റെ ഒരു ഭാഗവുമായല്ലേ അത് ബന്ധിക്കുന്നുള്ളൂ. ആ രോമം വലിക്കുമ്പോൾ പോലും സഹിക്കാൻ കഴിയാത്ത വേദനയല്ലേ നമുക്ക് വരുന്നത്. എന്നാൽ റൂഹെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുമായി ബന്ധിച്ചതല്ലേ, അതിങ്ങ് പിടിച്ച് വലിക്കുമ്പോ വല്ലാത്ത വേദനയാ. മഹാനായ ഗസാലി തങ്ങൾ പറയുന്നത് കാണാം, മരണത്തിന്റെ വേദന എന്ന് പറയുന്നത് അത് വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്ത വേദനയാണ്. ഇനി നിനക്ക് മനസ്സിലാകണോ? മഹാനവറുകൾ പറയുന്നു, ആ മരണത്തിന്റെ വേദന അളക്കാനും തൂക്കാനും കാണാനും തൊടാനും പറ്റിയ ഒരു വസ്തുവാണ് എന്ന് നീ സങ്കൽപ്പിക്കുകയാണെങ്കിൽ ആ മരണത്തിന്റെ വേദനയിൽ നിന്ന് ലൗ ഉളിഅ മിസ്ഖാലു ദർറത്തിൻ മിൻ വജഇൽ മൗതി ലദാബാ, ദുനിയാവിലെ ഏറ്റവും വലിയ പർവ്വതത്തിന്റെ മുകളിൽ ആ മരണത്തിന്റെ ഒരു ചെറിയ വേദന അങ്ങ് എടുത്തു വെച്ചു കൊടുത്താൽ ലദാബാ, അതൊന്നാകെ ഉരുകിയൊലിച്ചങ്ങ് ഇല്ലാതെയായി പോകുന്നതാണ്. മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുന്ന അവസരത്തിലുള്ള വേദന അത്രത്തോളം കാഠിന്യമാകുന്നു. എങ്ങനെയാണ് അസ്റായീൽ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, 500 മലക്കുകളെയും കൂട്ടിയാണ് അസ്റായീൽ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്നത്. മരണാസന്നനായ ആളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് പകുതി മലക്കുകൾ അങ്ങനെ നിൽക്കുകയാണ്. വലതുഭാഗത്തെ കാലിന്റെ തള്ളവിരലിൽ നിന്ന് 50 മലക്കുകൾ കൂടിയിട്ട് റൂഹങ്ങ് പിടിക്കാൻ തുടങ്ങുകയാണ്. മുട്ടിൻകാല് വരെ ആ 50 മലക്കുകളും റൂഹ് പിടിച്ച് അവിടെ എത്തിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇടതുഭാഗത്തുള്ള മലക്കുകളിൽ നിന്ന് 50 മലക്കുകൾ ഇടതുഭാഗത്തെ തള്ളവിരൽ മുതൽ മുട്ടുവരെ അവരും വലിച്ചെത്തിക്കുകയാണ്. എന്നിട്ട് ആ 50 മലക്കുകളും അങ്ങ് മാറി നിൽക്കുന്നു. പിന്നീട് 50 മലക്കുകൾ ആ മുട്ടിൻകാല് മുതൽ ഊര വരെ ആ 50 മലക്കുകൾ റൂഹ് പിടിക്കുന്നു. ഇടതുഭാഗത്തും അതേ രൂപത്തിൽ ഇങ്ങനെ 50 മലക്കുകൾ കൂടിയിട്ട് റൂഹിനെ തൊണ്ടക്കുഴിയിൽ എത്തിക്കുകയാണ്. വല്ലാത്ത വേദന സഹിക്കുന്നു മനുഷ്യൻ.
അങ്ങനെ തൊണ്ടക്കുഴിയിലങ്ങ് എത്തിച്ചാലോ വീണ്ടും ആ റൂഹിനെ കാലിന്റെ തള്ളവിരലിലേക്ക് തന്നെ അങ്ങ് മടക്കുന്നു. പിന്നീടും ഈ 50 മലക്കുകൾ കൂടിയിട്ട് മനുഷ്യന്റെ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയിൽ എത്തിക്കുകയാണ്. വീണ്ടും കാലിലേക്ക് തന്നെ മടക്കുന്നു. 99 തവണ ഒരു മനുഷ്യന്റെ റൂഹിനെ ഇങ്ങനെ മടക്കുകയാണ്. 100ാമത് റൂഹിനെ പിടിച്ച് തൊണ്ടക്കുഴിയിലെത്തിച്ചാൽ അവിടെ നിന്ന് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം അവസാനമായി തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹങ്ങ് പിടിക്കുന്നു. ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ റൂഹ് മലായികത്തുകൾ പിടിക്കുന്നത്. അല്ലാഹു തആല ആ സമയത്ത് വലിയ വലിയ മഹാരഥന്മാരുടെ കാവൽ വന്ന് നമ്മെ സംരക്ഷിക്കട്ടെ.